ജാറങ്ങളിൽ പോകുന്ന ആളുകൾ അമുസ്ലിങ്ങളായി അല്ലെങ്കിൽ മുനാഫിക്കുകളായി കരുതപ്പെടുന്നവരാണ് മുജാഹിദുകൾ. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് രാഷ്ട്രീയ പിന്തുണ കൊടുക്കുന്നത് തെറ്റില്ല എന്നാണ്. ഉറപ്പല്ലേ? അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളൊക്കെ മുസ്ലിങ്ങളാണ്ട്. മുസ്ലിങ്ങളല്ലാത്ത കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യുന്നില്ല. പിന്നെ ഈ മുസ്ലിങ്ങളിൽ തന്നെ പെട്ട ശിർക്ക് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ എന്തിന് അവർക്ക് വോട്ട് ചെയ്യാതിരിക്കണം? അങ്ങനെയൊക്കെ ഇവിടെ പറഞ്ഞു നോക്കി പരാജയപ്പെട്ടതാണ് രഞ്ജിത്ത്. മുജാഹിദുകൾക്ക് വോട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് പരാജയപ്പെട്ടതാണ് ഇവിടെ ആളുകൾ. എന്നിട്ട് ഇവിടെ മുജാഹിദുകൾ പരാജയപ്പെട്ടു പോയി. അന്ന് ഇതൊക്കെ പറഞ്ഞ ആളുകൾ ഇപ്പോൾ പറയേണ്ടി വന്നല്ലോ, സമസ്തയിൽ മുജാഹിദുകളുടെ സ്വാധീനം വർദ്ധിച്ചു വരികയാണ്. കാരണം സമൂഹ കൃത്യമായ കാഴ്ചപ്പാടുകളുണ്ട്. നമ്മൾ ഇവിടെയുള്ള പണ്ഡിതന്മാർ പുരോഹിതന്മാർ തീരുമാനിക്കുന്ന പോലെയൊന്നുമല്ല സമൂഹം മുന്നോട്ട് പോകുന്നത്. രഞ്ജിത്തിന് ഓർമ്മ ഉണ്ടാവും, വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട് പള്ളികളിൽ വെച്ച് പ്രസ്താവന നടത്തണം, നമ്മൾ പള്ളികളിൽ വെച്ച് വിഷയം പറയണം എന്ന് മുസ്ലിം സംഘടനകളുടെ കോർഡിനേഷൻ കമ്മിറ്റി തീരുമാനിച്ചു. പക്ഷേ സമസ്ത അതിൽ നിന്ന് പിന്മാറി. സമസ്ത പിന്മാറിയപ്പോൾ KNMന്റെ സംസ്ഥാന അധ്യക്ഷൻ TP അബ്ദുൽ ഖാദിർ പറഞ്ഞു, ഞങ്ങളിത് പള്ളിയിൽ നിന്ന് പറയും. അതിന് പിന്തുണ കൊടുത്തത് ഇവിടെയുള്ള സുന്നികളാണ്. കാരണം ആ വിഷയം പള്ളിയിൽ നിന്ന് പറയേണ്ടതാണ്, അത് വേറെ ഏതെങ്കിലും ഒരു താല്പര്യത്തിന് പള്ളിയിൽ നിന്ന് പറയുന്നത് മാറ്റിവെക്കാൻ പാടില്ല. അപ്പോൾ ഇത്രയും ബോധമുള്ള ഒരു സമൂഹത്തിൻ്റെ മുന്നിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നുള്ള ബോധം ഈ മതസംഘടനകൾക്കൊക്കെ നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാർക്ക് ഉണ്ടാകണം. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഒറ്റപ്പെട്ടു പോകും സമൂഹത്തിൽ ഈ പണ്ഡിതന്മാർ.